ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ. സോ ഇന്ന് ഞാൻ നിങ്ങളിലേക്കൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനാണ് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം അറിയാലോ, കുറച്ച് മസ്തി, എൻ്റർടൈൻമെൻറ്റ്, പാട്ട്, ഡാൻസ്, ഈ സാധനങ്ങളൊക്കെ അതിനകത്ത് വരും. അതുണ്ടെങ്കിലല്ലേ നമ്മുടെ ചാനൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യൂ. ചുമ്മാ വന്ന് കുറേ ഇൻഫർമേഷൻസ് മാത്രം പറഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല, കാരണം അവരുടെ ടേസ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എനിവേസ്, അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ടെറ്റിനെ കുറിച്ചാണ്. ടെറ്റ് എന്താണെന്നറിയാലോ? എന്താണ് ടെറ്റ്? അതെ, ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അപ്പം ഈ അടുത്ത ദിവസം നമ്മുടെ സുപ്രീം കോടതി ടെറ്റിനെ കുറിച്ചൊരു വിധി ഇറക്കിയിട്ടുണ്ട്. അപ്പം അത് എന്താണെന്നുള്ള കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ടെറ്റ് എന്താണെന്ന് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. BEd ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഹൈസ്കൂൾ തലത്തിലൊക്കെ പഠിപ്പിക്കണമെങ്കിൽ വേണ്ട ഒരു മാനദണ്ഡം, ഒരു യോഗ്യതയാണ് ടെറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉപദേശം എന്താണെന്നുള്ളത് ഞാൻ വായിക്കാം. അതായത് അപ്ഡേറ്റ്: പ്രധാന തീയതി, വിധി പ്രഖ്യാപിച്ച തീയതി നമ്മുടെ സെപ്റ്റംബർ 1 2025. പലരും അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്ത ആൾക്കാരിലേക്ക് നിങ്ങളിത് മാക്സിമം സ്പ്രെഡ് ചെയ്യുക. പിന്നെ ഈ വിധി പാലിക്കേണ്ട സമയപരിധി സെപ്റ്റംബർ 1, 2027 വരെ. അപ്പോൾ 2 വർഷം കാലാവധി തന്നിട്ടുണ്ട് BEd ടീച്ചേഴ്സിനും പിന്നെ ഈ ടെറ്റ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്കും. അപ്പോൾ നോക്കിക്കോ, സേവന കാലാവധി 5 വർഷമോ അതിലധികമോ ബാക്കിയുള്ള അധ്യാപകർക്ക് നിങ്ങളുടെ വിഭാഗം തിരിച്ചറിയുക. അതായത് ഇനി താഴോട്ട് പറയുന്നത് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. അതായത് സേവന കാലാവധി 5 വർഷമോ അതിലോ അധികമോ ബാക്കിയുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള സംഭവങ്ങളാണ്. അതല്ലാതെ ഇത് ബാധകമല്ലാത്തവരുടെയും പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രദ്ധിച്ചോണം, വിരമിക്കാൻ ഉള്ള ടീച്ചേഴ്സ് കാണുമല്ലോ, അവരുടെ ശ്രദ്ധിക്കുക. വിരമിക്കൽ തസ്തികയിൽ വരുന്നത് 5 വർഷത്തിൽ താഴെ മാത്രം ബാക്കിയുള്ളവർ, അതായത് വിരമിക്കാൻ ഇനി 5 വർഷത്തിൽ താഴെ മാത്രം ബാക്കിയുള്ളവർ സെപ്റ്റംബർ 1 ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ടെറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വിരമിക്കുന്നത് വരെ സർവീസിൽ തുടരാം. അതായത് ഇനി റിട്ടയർ ആകാൻ 5 വർഷം കൂടെ ഉള്ള ആൾക്കാർക്ക് ഈ ടെറ്റിൻ്റെ ഈ അപ്ഡേഷൻ അവർക്ക് ബാധകമല്ല. എന്നാൽ ടെറ്റ് നിർബന്ധമായ തസ്തികകളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതല്ല. നിങ്ങൾക്ക് HSIയിൽ ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് തുടരാം സർവീസിൽ. പക്ഷേ ടെറ്റ് നിർബന്ധം എന്ന് പറയുന്ന തസ്തികകളിൽ ഈ വിരമിക്കാൻ പോകുന്നവർക്കും എന്ത് ബാധകമല്ല. അതായത് സ്ഥാനക്കയറ്റങ്ങൾ കിട്ടില്ല. അങ്ങനത്തെ ആ ക്വാളിഫിക്കേഷൻ വച്ചുള്ള എമ്യൂളിമെന്റ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇനി അടുത്ത ശ്രദ്ധിക്കുക, വിരമിക്കാൻ 5 വർഷമോ അതിലധികമോ ബാക്കിയുള്ളവർ, അതായത് ഇനി 5 അതിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഈ സെപ്റ്റംബർ 1 നോട്ടിഫിക്കേഷൻ പ്രകാരം 2 വർഷത്തിനകം നിങ്ങൾ ടെറ്റ് പാസ്സാകണം. അതായത് ഇപ്പോഴല്ലേ നോട്ടിഫിക്കേഷൻ വന്നത്, സെപ്റ്റംബർ 1, 2025. സെപ്റ്റംബർ 1, 2027 നമ്മൾ എന്ത് ചെയ്യണം? ടെറ്റ് പാസ്സാക്കണം. പരാജയപ്പെട്ടാൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം നിർബന്ധിത വിരമിക്കൽ നേരിടേണ്ടി വരും. അതായത് ഇപ്പം നമ്മൾ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ പോസ്റ്റിൽ എന്തായിട്ട് മാറും? ഇൻവാലിഡ് ആയിട്ട് മാറും. സ്ഥാനക്കയറ്റങ്ങളെ കുറിച്ച് ടെറ്റ് നിർബന്ധമായ ഏതെങ്കിലും തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കണമെങ്കിൽ ടെറ്റ് പാസ്സായിരിക്കണം. അതായത് പിൽക്കാലത്ത് ഇത് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ സാലറി കൂടുതൽ വരാം, ഈ മാനദണ്ഡം ഫോളോ ചെയ്യുന്നവർക്ക്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ തീർച്ചയായും ടെറ്റിൻ്റെ മഹത്വമാണ് ഞാൻ പറയുന്നത്. നാട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്നുള്ളവർക്ക്. പുറമേ ഉള്ള സ്കൂളിൽ എനിക്കറിയത്തില്ല, ചിലപ്പോൾ IELTS അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ഗൾഫിലേക്ക് കടക്കാം. പക്ഷെ നാട്ടിൽ നിൽക്കുന്നവർക്ക് മക്കളെ ഇനി ടഫ് കോമ്പറ്റീഷനാണ്. അടുത്ത ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഉയർന്ന യോഗ്യതകളായ നെറ്റ് അല്ലെങ്കിൽ സെറ്റ്, MEd, PhD മുതലായവ ഉണ്ടെങ്കിൽ പോലും ഇത് നിർബന്ധമാണ്. അത് പണ്ട് നമുക്കൊരു ഇളവ് ഈ ടീച്ചിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പം സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടെറ്റ് വേണ്ടാന്ന്. പക്ഷെ അങ്ങനെ ഒരു സൗജന്യം ഇനിയുള്ള അധ്യാപകർക്ക് കിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അധ്യാപകരുടെ വയറ്റത്തടിക്കുന്ന പോലെ മീൻസ് എന്താണ്, നിയമങ്ങൾ അത്ര കർക്കശമായി തുടങ്ങി. ടെറ്റിലേക്ക് പഠിക്കുക ടെറ്റില്ലാത്തവർ. അതാണ് എൻ്റെ ഈ നോട്ടിഫിക്കേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ നിയമങ്ങളെക്കുറിച്ച് പുതിയ അധ്യാപകർക്ക് നിയമന സമയത്ത് തന്നെ ടെറ്റ് അല്ലെങ്കിൽ CTET യോഗ്യത നിർബന്ധമാണ്. CTET എന്തോന്നാണ്? സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്. അത് നമ്മുടെ KV സ്കൂൾ, CBSE സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ CTET കാറ്റഗറി തലത്തിൽ പലർക്കും അറിയാം, നമ്മൾ എഴുതുന്നുണ്ട്. ആ സാധനം ആവശ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ടെറ്റ് എടുക്കാൻ ടെറ്റും CTETും എഴുതി നോക്കേണ്ടവർക്ക് നോക്കാം. ടെറ്റ് കിട്ടാത്തവർക്ക് CTET കിട്ടിയാലും മതി. ഓക്കെ, ആദ്യം നിയമനം നൽകിയ ശേഷം പിന്നീട് TTET നേടിയാൽ മതി എന്ന രീതി ഇനി അനുവദനീയമല്ല. പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, TTET സർവീസ് HSI ഉള്ളവർ, ഹൈസ്കൂൾ അസിസ്റ്റന്റ്, ഹൈസ്കൂൾ ടീച്ചേഴ്സ് കയറി ഇരുന്നിട്ട് പിന്നെ എഴുതിയെടുക്കാന്ന് പറയാം. അങ്ങനെ ഒരു സംഭവം സൗജന്യം ഇനി നമുക്ക് തരുന്നില്ല. ഉയർന്ന യോഗ്യതകളെ കുറിച്ചുള്ള വ്യക്തത, നെറ്റ്, സെറ്റ്, MEd, PhD, MPhil തുടങ്ങിയ ബിരുദങ്ങൾ ടെറ്റിന് പകരമാവുകയില്ല. അതായത് നിങ്ങൾക്ക് നെറ്റ് ഉണ്ടെന്നോ സെറ്റ് ഉണ്ടെന്നോ MEd ഉണ്ടെന്നോ എന്ത് നിങ്ങൾ ക്ലെയിം ആയിട്ട് ചെന്നാലും HSIയിൽ നിങ്ങൾക്ക് ഇനി പറയുന്നത് 2027 ഉള്ള കഥകളാണ് ഞാൻ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യത്തില്ല, അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കയറാൻ പറ്റൂല. അതായത് KTET, കേരളയിലെ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റോ, സെൻട്രലിലെ CTETോ, CBSEക്കാർ, NCERTക്കാർ നടത്തുന്നത്, ആ സാധനങ്ങൾ നമ്മൾ എന്തായിരിക്കണം? പാസ്സാക്കിയിരിക്കണം. എങ്ങനെ? ഇപ്പോൾ HSI ഒരെണ്ണം നമ്മൾ എഴുതിയല്ലോ, ആ HSIയിലൊക്കെ കയറണമെങ്കിലുള്ള സംഭവമാണ്. അതിൻ്റെ റിസൾട്ട് വരുന്നതിനുള്ളിൽ നമ്മൾ ഈ സംഭവം എഴുതിയെടുക്കണം. നെറ്റ്, സെറ്റ്, MEd, PhD, MPhil തുടങ്ങിയ ബിരുദങ്ങൾ
ടെറ്റിന് പകരമാവില്ല. അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് വിധിയിൽ. പിന്നെ ടെറ്റ് മനഃശാസ്ത്രത്തിലും അധ്യാപന ശേഷിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രൊഫഷണൽ യോഗ്യതാ പരീക്ഷയാണ്. ഇത് അക്കാഡമിക് ബിരുദങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതായത് നമ്മുടെ മറ്റേ സൈക്കോളജി പേപ്പർ, മനഃശാസ്ത്രത്തിൻ്റെ പേപ്പർ, പിന്നെ പെഡഗോഗി, ഈ കാര്യങ്ങളൊക്കെയാണ്, ടീച്ചിങ് മെത്തഡോളജി, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അധ്യാപകർക്കുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ: നിങ്ങളുടെ വിരമിക്കൽ തീയതി പരിശോധിച്ച് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ കുറേ കണ്ടീഷൻസ് പറഞ്ഞു, അതിൽ ഏതിലാണ് വരുന്നത് അതിനനുസരിച്ച് 5 വർഷം അതിലധികം സർവീസ് ബാക്കിയുണ്ടെങ്കിൽ അടുത്ത കേറ്റഡ് സൈക്കിളിനായി രജിസ്റ്റർ ചെയ്യുക. കേരള പരീക്ഷാ ഭവൻ SCRT അറിയിപ്പുകൾ പരിശോധിക്കുക. അതായത് നമുക്കിനി 5 വർഷത്തിൽ കൂടുതൽ യങ്ങായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ടീച്ചേഴ്സ് ഒന്ന് മസ്റ്റാ. അപ്പോൾ കേറ്ററ്റ് എന്നുള്ള പരീക്ഷ കേരള പരീക്ഷാ ഭവൻകാർ കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ സൈറ്റിൽ നോക്കി അത് വരും. 2 വർഷത്തെ സമയപരിധിക്ക് മുമ്പ് ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ശ്രമത്തിൽ തന്നെ ടെറ്റ് പാസ്സാകാൻ ശ്രമിക്കുക. അപ്പോൾ ടെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, സ്കൂളുകൾ പ്രധാന അധ്യാപകർക്കും മാനേജർമാർക്കുമുള്ള നിർദ്ദേശങ്ങൾ: 5 വർഷത്തിൽ താഴെയും 5 വർഷമോ അതിലധികമോ സർവീസ് ബാക്കിയുള്ള അധ്യാപകരെ തരംതിരിക്കുന്നതിനായി സർവീസ് ബുക്ക് പരിശോധിക്കുക. ഇപ്പോൾ ബുക്ക് കർക്കശായി നോക്കുക, അല്ലെങ്കിൽ അതിൽ മാനിപ്പുലേഷൻസ് വരും. ഇവർ ആരെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞ് തെറ്റ് എഴുതാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ അവർ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഉഴപ്പ് പരിപാടികൾ നടക്കത്തില്ല. ടീച്ചർ ചങ്കുകളെ എല്ലാ സ്ഥാനക്കയറ്റ നിയമന നടപടികളും കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. 2027 സെപ്റ്റംബറിന് മുമ്പ് അധ്യാപകർക്ക് ടെറ്റ് പരിശീലനത്തിനും പരീക്ഷാ അവസരങ്ങൾക്കും സൗകര്യമൊരുക്കുക. ഇപ്പോൾ കുറേ കോച്ചിങ് സെൻറ്റേഴ്സ് കൊയ്ത്തിനായിട്ട് വരും, അല്ലെങ്കിൽ സിലബസ് വെച്ച് പഠിച്ചാലും മതി. 2 അറ്റംപ്റ്റ് നമുക്ക് എടുക്കാം. എനിക്ക് തോന്നുന്നു ടെറ്റ് ഒരു വർഷത്തിൽ ഒഴിക്കാൻ വരുന്ന പരീക്ഷയാണ്. അത് ചെക്ക് ചെയ്യണം പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ. അപ്പോൾ 2026 പ്രിപ്പയർ ചെയ്തിട്ട് എഴുതാം. 2027 2 വർഷം തന്നിട്ടുണ്ട്, അതിനുള്ളിൽ എഴുതി എടുക്കുക. മിക്കവാറും നമ്മുടെ HSA എല്ലാ സബ്ജക്റ്റിനും വിളിച്ചിരിക്കുന്നതിൻ്റെ റിസൾട്ട് നിയമനം അതിന് ശേഷം വരാനേ ചാൻസ് ഉള്ളൂ. സ്കൂൾ അധ്യാപകർക്ക് ക്ലാസ്സുകൾ 1 തൊട്ട് 8 ഇനി മുതൽ ടെറ്റ് ഒരു നിർബന്ധിത മിനിമം യോഗ്യതയാണ്. ടെറ്റിന് ഇതാക്കാൻ നോക്കുക. PSC മാത്രമല്ല, അത് ഉയർന്ന അക്കാഡമിക് യോഗ്യതകൾ ആർക്കും ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ല. 5 വർഷത്തിലധികം സർവീസ് ബാക്കിയുള്ള അധ്യാപകർ 2027 ടെറ്റ് പാസ്സാകണം. അല്ലാത്ത പക്ഷം നിർബന്ധിത വിരമിക്കൽ നേരിടേണ്ടി വരും. അത് ഒരുപക്ഷെ HSA നമുക്ക് കിട്ടി, പക്ഷെ നമ്മൾ വോളണ്ടറി ആയിട്ട് ആ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്യണമെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഖത്തം ഹോകെ. അത് നമ്മൾ എന്ത് ചെയ്യുക, അത് പഠിച്ച് എടുക്കുക. നമുക്ക് അറിയാം, B.Ed ഒക്കെ കഴിഞ്ഞ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇന്നും ജോലിയൊന്നും ഇല്ലാതെ സ്വയം തൊഴിൽ കുറേ ട്യൂഷൻസ് ഒക്കെ എടുത്ത് ജീവിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് മതി, അങ്ങനെ നിങ്ങൾക്കൊരു ചങ്കുറപ്പുണ്ട്, നിങ്ങൾക്ക് ജീവിതം ഉയർത്തിക്കൊണ്ട് പോകാമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ ബാധകമല്ല. പക്ഷെ ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ കീഴിൽ നമ്മൾ HSA ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഈ ഒരു പേരും പറഞ്ഞത് ക്യാൻസലായി പോകുമ്പോൾ HSA നാച്ചുറൽ സയൻസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എഴുതിയ ചങ്കുകൾക്കറിയാം, സുവോളജി, ബോട്ടണി എല്ലാം വരും. ഇനി HSST കിടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ HSST പ്രിപ്പയർ ചെയ്യുക, സുവോളജിക്കുള്ളതും, അല്ലെങ്കിൽ എന്താണ് HSST അടുത്ത വിഷയങ്ങൾ നിങ്ങൾക്ക് വരുന്നത്, ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ്, അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സെറ്റ് മാത്രം നമുക്ക് അവിടെ മതി. അവിടെ ഇനി എന്ത് കൊണോട്ടേഷൻ കൊണ്ടുവരും എന്നുള്ളത് ഇനി നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് பார்க்கலாம். ഇപ്പം തൽക്കാലം അതിൽ സീൻ കോൺട്രി ഒന്നുമില്ല. സെറ്റ് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ് സോണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ പോയിന്റാണ് ഞാൻ പറയുന്നത്. നാളെ വേറൊരു റൂൾ വരാം. ഇപ്പോൾ ഈ റൂൾ വന്നെങ്കിൽ നാളെ വേറൊരു റൂളും വരാം. സോ വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദ അൺഎക്സ്പെക്റ്റഡ്. അതല്ല HSA നന്നായിട്ട് എഴുതിയെന്ന് ഉറപ്പുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും കേറ്ററ്റ് എന്ത് ചെയ്യുക, എടുത്ത് വെക്കുക. കേറ്ററ്റ് അല്ലെങ്കിൽ സീറ്ററ്റ്, മനസ്സിലായി, 2 വർഷം കാലം അതുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുക. എന്തായാലും PSCയിൽ കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് പരീക്ഷ ഒരു പുതിയ സീനല്ല, ആണോ? നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സബ്ജക്റ്റ് എല്ലാം എഴുതും, പക്ഷെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഇപ്പോഴത്തെ B.Edഉം കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, ബുക്സൊക്കെ എടുത്ത്. അതും സോഷ്യോളജി, പിന്നെ കുറേ തത്വചിന്തകരുടെ ഒക്കെ കഥകൾ നമുക്ക് അതിനകത്തുണ്ടല്ലോ. ഇതൊക്കെ പഠിച്ച് HSAയിൽ കയറാൻ ഇപ്പോൾ മെറിറ്റിലൊക്കെ കിട്ടുമെന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് ടെറ്റ് ഒരു വേസ്റ്റേജ് അല്ല, ടെറ്റ് എടുക്കുക. അല്ലാതെ നമ്മൾ ഒത്തിരി പഠിച്ചില്ല എന്നൊക്കെയുള്ള ചിന്താഗതികളാണെങ്കിൽ ജസ്റ്റ് ക്വിറ്റ് ഔട്ട് ഫ്രം ദിസ്. ഇതിന് ബാക്ക് ഔട്ട് ചെയ്ത് ഗൾഫിലേക്ക് പറക്കുക, വേറെ എവിടെയെങ്കിലും പോയി അവിടെ വല്ല സ്കൂൾസിൽ വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. നാട്ടിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാൽ ഇനി നിൽക്കാൻ പറ്റൂ. ഇത് പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇതൊരു നോട്ടിഫിക്കേഷൻ ആണ്, നിങ്ങൾക്ക് സൈറ്റുകൾ ചെക്ക് ചെയ്യുക. ഇത് കറക്റ്റായിട്ട് പാലിക്കുക. നല്ല അധ്യാപക ആകാൻ എല്ലാവർക്കും കഴിയട്ടെ. ഇനി സ്വന്തമായിട്ട് പഠിപ്പിക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ പോയിൻ്റാണ് ഞാൻ പറയുന്നത്. പഠിപ്പിക്കുക, നമുക്ക് ജീവിച്ച് പോകാനുള്ള മനസ്സമാനത്തോട് ജീവിച്ച് പോകാനുള്ള വക നല്ല രീതിയിൽ പഠിപ്പിച്ചൊരു സേവനം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഇതിപ്പം നമ്മുടെ നാട്ടിൽ ഇന്നുള്ള നിയമമാണ്. ഹൈക്കോർട്ടല്ലല്ലോ, ഏത് കോർട്ടാണ് ഇറക്കിയത്? എനിക്കത് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തന്നിട്ട് എനിക്ക് തന്നെ അത് ഞാൻ പറയാം, സുപ്രീം കോടതിയുടെ വിധിയാണ്. ഹൈക്കോർട്ടിൽ ഐ എം വെരി സോറി, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. സുപ്രീം കോടതിയാണ്. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഒരു വിധി എന്നുള്ളത്. എല്ലാവരും കരുതി പ്രിപ്പയർ ചെയ്യുക, മുന്നേറാൻ ശ്രമിക്കുക. ഇപ്പോൾ ഗ്ലാം ഗോഡസ് സിന്ധുജ കുറച്ച് അപ്ഡേറ്റ്സ് കൊണ്ടുവന്നു. ഇതുപോലെ നല്ല നല്ല അപ്ഡേറ്റ്സ് ഞാൻ അറിയുമ്പോൾ കൊണ്ടുവരും. അപ്പം ജസ്റ്റ് ഒരു ഡപ്പാങ്കൂത്ത് DJ വൈബ് അല്ല എൻ്റെ ചാനൽ. നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കലാകാരി എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് ആ ഫീൽഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ടാലൻറ്റ് പ്രദർശിപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയാസിൽ എനിക്ക് അത്ര റേഞ്ച് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയതും എല്ലാവരുടെ സഹകരണം
പിടിച്ച് പറ്റാൻ എല്ലാവരും സഹകരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. എൻ്റെ മാത്രം കഴിവെന്ന് ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യൂല. പല ആവർത്തി ഞാനത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു, എന്നെ എൻകറേജ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനൊരു നിലയിൽ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രയത്നിക്കുക. എല്ലാവർക്കും എല്ലാവരുടെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റട്ടെ എന്ന് ഗ്ലാം ഗോഡസ് സിന്ധുജ നേരുന്നു. അടുത്തൊരു വ്ളോഗ് മിക്കവാറും തീറ്റ വ്ളോഗാണ്. ഇന്നലെ ഞാനൊരു പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു, എന്നെ പേഴ്സണലി അറിയുന്നവർക്കറിയാം. അപ്പോൾ ആ സാധനമേ വരൂ. ഞാൻ എവിടെ പോകുന്ന റുട്ടീൻ കാര്യങ്ങൾ കാണിക്കാം. ഓക്കെ, പിന്നെ മേ ബി ആഫ്റ്റർവേർഡ്സ് ഒരു റിസോർട്ട് വ്ളോഗ് ഞാൻ പണ്ടേ എന്ന് പറഞ്ഞതുണ്ട്. അത് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഞാൻ അതും ഇടാം. തൽക്കാലം ഇതൊക്കെ തന്നെ എനിക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റൂ. എനിക്ക് എൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എൻജോയ് ചെയ്ത് മനസ്മാനത്തോടുകൂടെ ചില്ലായിട്ട് എന്ത് ചെയ്യാം, പോവാം. അപ്പം ഈ വ്ളോഗ് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാത്ത എല്ലാ നല്ലവരായ അധ്യാപക സുഹൃത്തുക്കളും ഉദ്യോഗാർത്ഥികളും പിന്നെ ബാക്കി എൻ്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനും 1000 നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്സ്. അപ്പം ഇനിയും നല്ല നല്ല ഇൻഫർമേറ്റീവും എൻ്റർടൈൻമെൻറ്റും വ്ളോഗ് നിങ്ങളിലേക്ക് എത്തും. പ്രൊവൈഡഡ് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കൂടെ കൂടുക. നമുക്ക് എന്ത് ചെയ്യാം, ഒത്തുപിടിച്ച് ജീവിതത്തിൻ്റെ ബാക്കി ജേർണി ഉല്ലാസപൂർവ്വം ഇതിലൂടെ എന്ത് ചെയ്യാം, ഒരു മടുപ്പും വെറുപ്പും ഇല്ലാതെ ട്രാവൽ ചെയ്ത് നീക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണും വരെ നിങ്ങളുടെ ഗ്ലാം ഗോഡസ് സിന്ധുജ നിങ്ങളിൽ നിന്നും വിട പറയുന്നു. താങ്ക് യു, ബൈ, ലോട്ട്സ് ഓഫ് ലവ്.